friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന്റെ സാലറി ഷീറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡാറ്റാസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മോളിൽ കമ്പനിയുടെ പേര് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എംപ്ലോയി സാലറി ഷീറ്റ്, അത് ഏത് മാസത്തെ സാലറി ഷീറ്റ് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു മാസം, അതുപോലെ തന്നെ ഇയർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസിൽ വരുന്നത് എംപ്ലോയീസിന്റെ ID ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ബേസിക് സാലറി, ഡേയ്സ് ഓഫ് പ്രസന്റ്, ഓവർ ടൈം ഹവർ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏർണിംഗ് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഡക്ഷൻ സൈഡ് ഉണ്ട്. ഏർണിംഗ് സൈഡിൽ വരുന്നത് ആക്ച്വൽ സാലറി കണ്ടുപിടിക്കണം, പിന്നെ അലവൻസുകളാണ് DA, അതുപോലെ തന്നെ TA, HRA, ഓവർ ടൈം സാലറി, പിന്നെ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഡിഡക്ഷൻ സൈഡിൽ വരുന്നതാണ് PF, ESI, പ്രൊഫഷണൽ ടാക്സ്, പിന്നെ അഡ്വാൻസ് സാലറി. അപ്പൊ ചില എംപ്ലോയീസ് ഇവിടെ സാലറി അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ അവരുടെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എല്ലാവരുടെ സാലറിയുടെ ടോട്ടലും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ഡാറ്റാസിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ആക്ച്വൽ സാലറി ആണ്. ആക്ച്വൽ സാലറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരുടെ ബേസിക് സാലറി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു മാസത്തെ ഡേയ്സ് ഓഫ് പ്രസന്റ് നോക്കും. ഇപ്പൊ ഏതൊരു കമ്പനി ആണെങ്കിലും 30 ഡേയ്സ് ആണ് ഒരു മാസത്തെ അതായത് പ്രസന്റ് എന്ന് പറയുന്നത്. അതിൽ സൺഡേ ഒക്കെ ഹോളിഡേയ്സ് ആണെന്നുണ്ടെങ്കിലും ഹോളിഡേയ്സിന്റെ സാലറി കൂടി ഇവിടെ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ലീവിന്റെ സാലറി മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും ഡേയ്സ് ഓഫ് പ്രസന്റ് നോക്കിയിട്ട് വേണം നമ്മൾ അവരുടെ ആക്ച്വൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആക്ച്വൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഈക്വൽ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിക് സാലറിയുടെ സെല്ല് സെലക്ട് ചെയ്യാം. ദെൻ ഡിവൈഡ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 30 ദിവസമാണ്. അപ്പൊ 30 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റു എത്ര ദിവസമാണോ പ്രസന്റ് ആ ഒരു ഡേയ്സ് ഓഫ് പ്രസന്റ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാളുടെ ആക്ച്വൽ സാലറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 25,000 ഇല്ല, 23,333 ആണ്. ബാക്കിയുള്ളവരുടേത് നമുക്ക് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ആക്ച്വൽ സാലറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലീവ് എടുക്കാത്തവരുടെ ഫുൾ സാലറി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. 30 ദിവസം നോക്കി കഴിഞ്ഞാൽ മതി, ഇതാ ഫുൾ സാലറി വന്നിട്ടുണ്ടായിരിക്കും. ലീവ് എടുത്തതിനനുസരിച്ചിട്ട് സാലറി അവിടെ കട്ട് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് DA ആണ്, ഡിയർനെസ് അലവൻസ് ആണ്. അപ്പൊ DA എന്ന് പറയുന്നത് 10% ഓഫ് ബേസിക് സാലറി ആണ്. അപ്പൊ നമ്മളിവിടെ ബേസിക് സാലറി അല്ല നോക്കുന്നത്, ആക്ച്വൽ സാലറി ആണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും ആളുടെ ആക്ച്വൽ സാലറി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ DA 10% ആണ്, ഈക്വൽ എന്ന് കൊടുത്തു. ദെൻ ആക്ച്വൽ സാലറി സെലക്ട് ചെയ്യാം, ഇൻറ്റു 10%. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ DA കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് ഫില്ല് കൊടുക്കാം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് TA ആണ്, ട്രാവലിംഗ് അലവൻസ് ആണ്. TA ഇവിടെ തന്നിട്ടുണ്ട് 100 ആണ്, പെർ ഡേ ആണ്, ഒരു ദിവസം 100 രൂപയാണ്. അപ്പൊ നമ്മൾ അവിടെ നോക്കേണ്ടത് ഡേയ്സ് ഓഫ് പ്രസന്റ് വേണം നോക്കാൻ. ഈക്വൽ കൊടുത്തു, ദെൻ ഡേയ്സ് ഓഫ് പ്രസന്റ് സെലക്ട് ചെയ്യാം, ഇൻറ്റു 100. അപ്പൊ അവിടെ TA കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് നമുക്ക് ഫില്ല് ചെയ്യാം. ലാസ്റ്റ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഒന്നിച്ച് ഫില്ല് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് HRA ആണ്, ഹൗസ് റെന്റ് അലവൻസ് ആണ്. അത് 8% ആണ് കൊടുക്കേണ്ടത്. അത് ആക്ച്വൽ സാലറിയുടെ 8% ആണ്. ഈക്വൽ കൊടുക്കുക, ആക്ച്വൽ സാലറി സെലക്ട് ചെയ്യുക, ഇൻറ്റു 8%. അപ്പൊ അവിടെ HRA കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നമുക്ക് ഫില്ല് ചെയ്യാം. അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഓവർ ടൈം സാലറി ആണ്. അപ്പൊ ഓവർ ടൈം സാലറി ഇവിടെ പറയണത് 150 പെർ ഹവർ. ഒരു മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപയാണ് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഓവർ ടൈം ഹവർ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് ഓരോരുത്തരുടെയും ഓവർ ടൈം ഹവർ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ കൊടുക്കുക, ഓവർ ടൈം ഹവർ ഇൻറ്റു 150 ആണ്. 150 കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ഓവർ ടൈം സാലറി കിട്ടി. ബാക്കിയുള്ളവരുടെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഏർണിംഗ് സൈഡിൽ വരുന്നത്. ഇനി നമുക്ക് ഗ്രോസ് സാലറി കണ്ടുപിടിക്കണം. അപ്പൊ ഗ്രോസ് സാലറി എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. അപ്പൊ ടോട്ടൽ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സം ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യാം. ദെൻ ആക്ച്വൽ സാലറി ആണ് കൊടുക്കാൻ. ആക്ച്വൽ സാലറി മുതൽ DA, TA, HRA, ഓവർ ടൈം സാലറി സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആളുടെ ഗ്രോസ് സാലറി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നമുക്ക് ഫില്ല് ചെയ്യാം.
ഇനി അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഡക്ഷൻ സൈഡ് ആണ്. അപ്പൊ പി എഫ് വരുന്നുണ്ട്, പി എഫ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. പി എഫ് ഇവിടെ 5% ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 5% നമ്മൾ ആക്ച്വൽ സാലറിയുടേതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആക്ച്വൽ സാലറി സെലക്ട് ചെയ്യാം ഇൻറ്റു 5%. അപ്പൊ അവിടെ പി എഫ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് നമുക്ക് ഫില്ല് ചെയ്യാം. അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ESI ആണ്. ESI എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. അപ്പൊ ESI എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാലറി പ്ലസ് DA, സാലറിയും DAയും കൂടി ടോട്ടൽ ചെയ്തിട്ട് അതിന്റെ മുകളിലെ 2% എന്നാണ് ESI തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം സാലറിയും DAയും കൂടെ ടോട്ടൽ ചെയ്യണം. ഞാൻ ഈക്വൽ സമ്മ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും നമുക്ക് പ്ലസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. സമ്മ് കൊടുത്തു. ദെൻ നമുക്ക് ടോട്ടൽ ചെയ്യാനുള്ളത് ആക്ച്വൽ സാലറി പ്ലസ് ഏതും കൂടെയാണ്, DAയും കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മളാണ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. കാരണം ഇവിടെ രണ്ട് കാൽക്കുലേഷൻ വരുന്നുണ്ട്, പ്ലസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റു വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മളൊന്ന് ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം ഇൻറ്റു 2% എന്ന് കൊടുക്കാൻ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അപ്പൊ നമുക്കിത് ഒരാളുടെ ESI കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ നമുക്ക് ഫില്ല് ചെയ്യാം. ദെൻ അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പ്രൊഫഷണൽ ടാക്സ് ആണ്. അപ്പൊ അതിലൂടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, സാലറി ഗ്രേറ്റർ ദാൻ 15,000. സാലറി 15,000 മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ടാക്സ് വരുന്നുള്ളൂ. അത് എത്രയാണ്? 200 ആണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കണ്ടീഷൻ വന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഇഫ് ഫംഗ്ഷൻ വെച്ചിട്ട് വേണം ഈ ഒരു പ്രൊഫഷണൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിവിടെ ഈക്വൽ ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് ലോജിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വൽ സാലറി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ആക്ച്വൽ സാലറി സെലക്ട് ചെയ്തു. ദെൻ ഗ്രേറ്റർ ദാൻ 15,000. നമ്മുടെ കണ്ടീഷൻ എന്താണോ കണ്ടീഷൻ അവിടെ കൊടുക്കുക. ദെൻ കോമ, വാല്യൂ ഇഫ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എന്താണോ നമുക്ക് വരേണ്ടത്, ട്രൂ വാല്യൂ എന്താണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ 200 ആണ് നമുക്ക് വരേണ്ട റിസൾട്ട് എന്നുള്ളത് കൊടുക്കാനുള്ളത്. അപ്പൊ ഞാനിവിടെ 200 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇനി 15,000 ഉള്ള ആൾക്കാർക്ക് ടാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ കൊടുക്കണം കേട്ടോ. 15,000 മുകളിലുള്ള ആൾക്ക് മാത്രമേ ടാക്സ് ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈക്വൽ കൊടുക്കാതിരുന്നത്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻസർ വന്നു. കാരണം ഇവിടെ 15,000 മുകളിൽ സാലറി ഉണ്ട്, 200 വന്നു. 15,000 താഴെ സാലറി ഉള്ള ആൾക്കാർക്കൊന്നും ടാക്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഫോൾസ് ആണ് വന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ അവിടെ കൊടുത്ത സമയത്ത് ഫോൾസ് വാല്യൂ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ടാണ് ഫോൾസ് എന്നുള്ളത് വന്നത്. എനിക്ക് ഈ ഫോൾസ് എന്നുള്ളതിന് പകരം 0 എന്നുള്ളത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 200 കഴിഞ്ഞ് ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോൾസ് വാല്യൂ ചോദിക്കും. അവിടെ വാല്യൂ ഫോൾസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ 0 എന്ന് കൊടുത്തിട്ട് വേണം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ് വരും. അപ്പൊ ബാക്കി നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി. ഒക്കെ 0 ആയിട്ട് മാറിയില്ല. അപ്പൊ ഫോൾസ് വാല്യൂന്റെ അവിടെ നമ്മൾ 0 എന്ന് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. 15,000 മുകളിൽ സാലറി ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ടാക്സ് 200 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ അഡ്വാൻസ് സാലറി അത് ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാലോ ഓരോരുത്തരും എത്ര രൂപ അഡ്വാൻസ് സാലറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ സെല്ലിൽ നമ്മൾ വാങ്ങിച്ചവരുടേതായിട്ട് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നെറ്റ് സാലറി ആണ്. അപ്പൊ നെറ്റ് സാലറി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോസ് സാലറിന്ന് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ അതെല്ലാം ഡിഡക്ട് ചെയ്ത് ബാക്കി എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ നെറ്റ് സാലറി എന്നുള്ളത് പറയുന്നത്. അപ്പൊ നെറ്റ് സാലറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ കൊടുത്തു. നമ്മുടെ ഗ്രോസ് സാലറി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രോസ് സാലറി സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് മൈനസ് എന്തൊക്കെ നമുക്ക് പോവാനുണ്ട്, PF പോവണം, മൈനസ് ESI പോവണം, മൈനസ് പ്രൊഫഷണൽ ടാക്സ് പോവണം, മൈനസ് അഡ്വാൻസ് സാലറി ഉണ്ടായതുകൊണ്ട് അഡ്വാൻസ് സാലറിയും കൂടി പോകണം. ബാക്കി വരുന്നതാണ് നെറ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ അഡ്വാൻസ് സാലറി വാങ്ങിക്കാത്തവരുടേത് അത് ഡിഡക്റ്റ് ആവില്ല കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരുടെയും നെറ്റ് സാലറി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ടോട്ടൽ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മളവിടെ സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് ആൾട്ട് പ്ലസ് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ടോട്ടൽ കിട്ടും. അപ്പൊ
അപ്പൊ അവിടെ റേഞ്ചും സം ഫംഗ്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. നമ്മൾ ആൾട്ട് പ്ലസ് ഈക്വൽ കൊടുത്താൽ മാത്രം മതി. ഈക്വൽ സം എന്നുള്ളതൊന്നും കൊടുക്കണ്ട. റേഞ്ച് അവിടെ വന്നിട്ടുണ്ട്, സം ഫംഗ്ഷനും വന്നിട്ടുണ്ട്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ ടോട്ടല് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഇതിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ESI നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടാക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അഡ്വാൻസ് സാലറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.